ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി അരസംഖ്യയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീലാണ് പാലക്കാട് എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളതെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. രാഷ്ട്രീയ പോരാട്ടത്തിന് പറ്റിയ ആളെയാണോ UDF മത്സരിപ്പിക്കുന്നതെന്നും സുരേഷ് ബാബു ചോദിച്ചു. പ്രതിപക്ഷ നേതാവായ VD സതീശനും കോൺഗ്രസിന്റെ ദേശീയ നേതാവായിട്ടുള്ള KC വേണുഗോപാലും പാലക്കാട് മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഇപ്പോൾ 2 ദിവസങ്ങളിലായി ഉന്നയിച്ചു വരുന്നത്, അത് തുടർച്ചയായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്നാൽ എന്താണ് അതിന്റെ വസ്തുത? ആരുമായിട്ടാണ് ഡീല്? CPM BJP ഡീല് എന്നാണല്ലോ ഇവർ ആരോപിച്ചത്. യഥാർത്ഥത്തിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീലല്ലേ ഈ പാലക്കാട് മണ്ഡലത്തിൽ എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. 2016 ഇവിടെ LDF, അതായത് പാലക്കാട് മണ്ഡലത്തിൽ LDF 3ാം സ്ഥാനത്ത് പോകുന്നത്. അതിനുശേഷം നടന്ന 2021 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നിന്നുള്ള CP പ്രമോദ്, അദ്ദേഹം 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. പിന്നീട് ബൈ ഇലക്ഷൻ നടന്നു. അതായത് ഷാഫി പറമ്പിൽ വടകരയിൽ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വേണ്ടി UDF തീരുമാനിച്ചപ്പോൾ ബൈ ഇലക്ഷൻ നടന്നു. അവിടെയും ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ മത്സരം തന്നെയാണ് ഉണ്ടായത്. കോൺഗ്രസ് നിന്ന് വന്ന ഡോക്ടർ സരിനെയായിരുന്നു ഞങ്ങളന്ന് നിയോഗിച്ചത്. നല്ല പെർഫോമൻസ് തന്നെയാണ് ആ ബൈ ഇലക്ഷനിൽ LDFും സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് സഖാവ് ഡോക്ടർ സരിനും കാഴ്ചവെച്ചത്. ഈ മണ്ഡലത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ വോട്ട് UDFനെ മറികടക്കാൻ രാഷ്ട്രീയ വോട്ട് ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്ത് പോയത് എന്ന ബോധ്യം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. ആ ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലം ഏത് വിധത്തിലും UDFൽ നിന്നും പിടിച്ചെടുക്കുക. അതാണ് ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ ലക്ഷ്യം. കോമഡി ഷോ ചെയ്യുന്ന കലാകാരൻ എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. എന്തിനാണ് ദുർബലനായ രാഷ്ട്രീയ ധാരണയില്ലാത്ത ഒരാളെ ഇവിടെ മത്സരിപ്പിക്കുന്നതെന്നും സുരേഷ് ബാബു ചോദിച്ചു. ഇത്തവണ ഇവിടെ BJPക്ക് കോൺഗ്രസ് വോട്ട് മറിക്കും. ഇത് ഷാഫി പറമ്പലിന്റെ താൽപര്യമാണ്. അടുത്ത തവണ ഷാഫി ഇല്ലാത്ത പറ്റില്ല എന്ന് വരുത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. രമേശ് പിഷാരടി ഷാഫിയുടെ സ്ഥാനാർത്ഥിയാണ്. ഷാഫിയുടെ ലക്ഷ്യം പിഷാരടിയെ തോൽപ്പിക്കൽ. ഷാഫി ഇല്ലാതെ പാലക്കാട് കോൺഗ്രസ് ജയിക്കില്ല എന്ന് വരുത്തി തീർക്കാനാണ് ഷാഫിയുടെ ശ്രമം. പാലക്കാട് UDFനെ മറികടക്കാൻ LDFന് രാഷ്ട്രീയമായ വോട്ടുണ്ട്. NMR റസാഖ് പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയാണെന്നും സുരേഷ് ബാബു പറഞ്ഞു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.